അടുത്ത് നടക്കാനിരിക്കുന്ന നിലമ്പൂർ ബൈ ഇലക്ഷനിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തെ സുപ്രധാനമായ ചർച്ചാ വിഷയം, രാഷ്ട്രീയമായ ചർച്ചാ വിഷയം പെൻഷനാണ്. പെൻഷൻ ചർച്ചാ വിഷയം ഉണ്ടാക്കിയെടുത്തത് UDF തന്നെയാണ്, പ്രതിപക്ഷം തന്നെയാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവായ KC വേണുഗോപാലിൻ്റെ വാക്കുകളാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ പെൻഷനിലോട്ടെത്തിച്ചത്. പെൻഷൻ ഒരു കൈക്കൂലിയാണെന്ന തരത്തിലൊരു ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് KC വേണുഗോപാൽ നടത്തിയത്. പെൻഷൻ ഒരു കൈക്കൂലി എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷമാണ് പെൻഷൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോഴത്തേക്കും ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശികയുടെ ദൈർഘ്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലേക്ക് അത് പിന്നീട് വഴിമാറി. തങ്ങളാണ് പെൻഷൻ കൊടുത്തത് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ UDF ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്തായാലും അതിന് വ്യക്തമായ മറുപടി എന്ന് വെച്ചാൽ തങ്ങളാണ് പെൻഷൻ കൊടുക്കുന്നത്, പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ വാക്കുകൾക്ക് ശക്തമായ മറുപടിയാണ് ഇടതുപക്ഷം നൽകിയത്. 2016-2021 ഇടതുപക്ഷ സർക്കാരിലെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹമാണ് മുടങ്ങിപ്പോയ പെൻഷൻ വീണ്ടും തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്ത ധനകാര്യമന്ത്രി. അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായ ഒരു പ്ലാനും, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തകർന്നു പോയിരുന്ന പെൻഷൻ വിതരണം പരിപൂർണമായിട്ടും ഒരു പ്രൊഫഷണൽ രീതിയിൽ മാറ്റിയതും ആ സമയത്ത് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ്സുകാരോട് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും വീണ്ടും പുതിയൊരു രേഖ കൂടി അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ രേഖയ്ക്കകത്ത് വ്യക്തമായ കണക്കുണ്ട്. മാത്രമല്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ രേഖയല്ല, C&AGയുടെ രേഖയാണ്. പ്രതിപക്ഷ VD സതീശൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികളിൽ ഒന്നാണ് C&AG. ആ C&AGയുടെ രേഖയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി പുറത്തുവിടുന്നത്. 2016-17 രേഖയാണത്. ഒരു കുറിപ്പോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് കഴിഞ്ഞ പോസ്റ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് UDFകാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞതായി കാണുന്നില്ല, കാത്തിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് വസ്തുതകൾ കൂടി പറയട്ടെ. പ്രധാന തർക്കപ്രശ്നം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണാവസാനം ഉണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശികയാണ്. ധവളപത്രത്തിലെ മതിപ്പ് കണക്ക് തികച്ചും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ്. സർക്കാരിൻ്റെ നേരിട്ടുള്ള ബാധ്യതകളെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ക്ഷേമനിധികളുടെ പെൻഷൻ കുടിശ്ശിക ഉൾക്കൊള്ളിച്ചിട്ടില്ല. കർഷക തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കണക്കിൻ്റെ ശരിതെറ്റുകൾക്ക് പിന്നാലെ പോവുകയായിരുന്നില്ല ഞങ്ങളുടെ മുൻഗണന. 2016 അധികാരത്തിൽ വരുമ്പോൾ ആകെ അലങ്കോലമായിരുന്നു പെൻഷൻ വിതരണ സംവിധാനം. അതിന് പകരം ഗുണഭോക്താവിൻ്റെ കയ്യിൽ കൃത്യമായി പണം എത്തുന്ന പിഴവറ്റ സംവിധാനമുണ്ടാക്കണം. ഓണത്തിന് കുടിശ്ശിക സഹിതമുള്ള പണം അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം. ഊണവും ഉറക്കവും ഒഴിച്ച് ഒരു ടീം ആ ലക്ഷ്യം നേടാൻ അക്ഷീണം യത്നിച്ചു. 3 മാസം കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം കണ്ടു. പിഴവറ്റ ഒരു സംവിധാനത്തിലൂടെ ഗുണഭോക്താക്കളുടെ വീട്ടുമുറ്റത്ത് കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ തുകയെത്തി. കുടിശ്ശിക എത്രയെന്ന് എങ്ങനെ നിശ്ചയിക്കും? അതായിരുന്നു മറ്റൊരു തലവേദന. പല പെൻഷനും പല തുക. ഒരേ പെൻഷൻ വാങ്ങുന്നവർക്ക് പോലും കുടിശ്ശിക സമാനമായിരുന്നില്ല. ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും കുടിശ്ശിക വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അന്വേഷിച്ചപ്പോൾ കണ്ട കൗതുകകരമായ ഒരു കാര്യം, സ്പെഷ്യൽ ഓർഡർ വഴി പല തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ സർക്കാർ കുടിശ്ശികയ്ക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ഓണത്തിന് പരമാവധി ഒരാളിന് 15,000 രൂപ പരിധി നിശ്ചയിച്ച് കുടിശ്ശിക കൊടുക്കാൻ പഞ്ചായത്ത് ഡയറക്ടർക്കും വിവിധ ക്ഷേമനിധികൾക്കും അനുവാദം നൽകി. ആ ഉത്തരവ് 1ാമത്തെ കമ്മിറ്റിയിൽ നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചയായതാണ്. ഈ ഉത്തരവിനെ കുറിച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥ്, കുണ്ടറ MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥ് തെളിവെവിടെ ജിയോ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ജിയോ ആണ്. ആ ജിയോയെക്കുറിച്ചാണ് ഇവിടെ ഐസക് പറയുന്നത്. ഇതിൽ തങ്ങളുടെ കാലത്തെ കുടിശ്ശിക എത്രയെന്ന് കണക്കറിയാവുന്ന UDFകാർക്ക് വേഗം കണ്ടുപിടിക്കാം. അറിയാത്തവർക്ക് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഈഗോ അനുവദിക്കാത്തവർക്ക് പത്രസമ്മേളനങ്ങളിൽ അസംബന്ധം പറഞ്ഞ് ശബ്ദ മലിനീകരണവും ഉണ്ടാക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും നിലവാരം പോലിരിക്കും. 600 രൂപ ആയിരുന്നല്ലോ അന്നത്തെ പെൻഷൻ. കുടിശ്ശിക തീർത്ത് പരമാവധി ഒരു ഗുണഭോക്താവിന് കിട്ടുന്നത് 15,000 രൂപ. 25 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ കൊടുക്കാം. അതിൽ ഒരു ഗഡു മുൻകൂർ. 2016 മെയ് അവസാനമാണ് LDF സർക്കാർ അധികാരമേറ്റത്. ഓണം ആഗസ്റ്റ് മാസത്തിൽ. ഈ 15,000-ൽ ഞങ്ങളുടെ ബാധ്യത എത്ര, UDFൻ്റെ ബാധ്യത എത്ര കണക്ക് കൂട്ടിയാൽ ഉത്തരം കിട്ടും. ഇത്ര കുത്തഴിഞ്ഞായിരുന്നു UDFൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണം? അതേ എന്നുത്തരം. UDF ഭരണകാലത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് C&AG തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിക്കാം. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. UDF ഭരണകാലത്തെക്കുറിച്ചാണ് റിപ്പോർട്ട്. 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നത് കള്ളമാണെന്നല്ലോ
UDFിൻ്റെ ആക്ഷേപം. CAG 32 ഗ്രാമപഞ്ചായത്തുകളെ മുനിസിപ്പാലിറ്റികളുമാണ് സാമ്പിളായി എടുത്ത് പഠിച്ചത്. എല്ലായിടത്തും കുടിശ്ശിക ഉണ്ടായിരുന്നു. കുടിശ്ശിക ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തവുമായിരുന്നു. CAG നിഗമനം ഇങ്ങനെയാണ്. സഞ്ചിത കുടിശ്ശിക 2014 സെപ്റ്റംബർ മുതൽ 2015 ജനുവരി വരെ ഉള്ളതാണ്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക 2013 സെപ്റ്റംബർ മുതലാണ്. പാപ്പനശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക 2014 ഏപ്രിൽ മുതലാണ്. എന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക 20 മാസത്തേക്കാണ്. പാപ്പനശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക 13 മാസത്തേക്കാണ്. ഇങ്ങനെ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും CAG റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച ചിത്രവും പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഗ്രാഫുണ്ട്. ആ ചിത്രം വ്യക്തമായ ഗ്രാഫുണ്ട്. അതിൽ 20 മാസം വരെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കുടിശ്ശിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തകർന്ന് തരിപ്പണമായിരുന്നു. മാത്രമല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ ഇളവുകളും ഇവിടെ സർക്കാർ കൊടുത്തിരുന്നുവെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. മാത്രമല്ല ചിത്രത്തിൻ്റെ ഇടതുവശം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് 2014-15 കൈമാറി കിട്ടിയ തുകയിൽ ലാപ്സായി പോയത് എത്രയെന്ന് നൽകിയിട്ടുണ്ട്. കുടിശ്ശിക കൊടുക്കാൻ ബാക്കി നിൽക്കിയ മൊത്തം 3.88 കോടി രൂപ 22 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ലാപ്സാക്കി. അപ്പോൾ കേരളം മൊത്തത്തിൽ കണക്കിലെടുത്താൽ എത്ര വലിയ തുകയായിരിക്കും പാഴായത്? എല്ലാ വർഷവും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് CAG റിപ്പോർട്ട് പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഫണ്ട് അനുവദിക്കുമ്പോൾ വെക്കുന്ന നിബന്ധനകളാണ്. ഇന്ന മാസത്തേക്കുള്ള പെൻഷൻ തുകയെന്ന് വ്യക്തമാക്കിയിരിക്കും. കുടിശ്ശിക കൊടുക്കാൻ അനുവാദമുണ്ടായിരിക്കില്ല. പെൻഷൻ വിതരണം ഇത്ര കുത്തഴിഞ്ഞ് അവസ്ഥയിലായതുകൊണ്ടാണ് 2016 LDF സർക്കാർ കുടിശ്ശിക തീർക്കാൻ തീരുമാനിച്ചപ്പോൾ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും പരമാവധി 15,000 രൂപ പരിധി നിശ്ചയിച്ച് കുടിശ്ശിക തീർക്കാൻ നിർദ്ദേശം നൽകിയത്. അത്തരത്തിൽ കുടിശ്ശിക വിതരണം നടന്നപ്പോൾ 15,000 രൂപ തികച്ച് കിട്ടിയ ഒരു ചില സന്തോഷം അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ UDFുകാർ വിദണ്ഡവാദവുമായി ഇറങ്ങിയിരിക്കുന്നത്. അന്ന് 15,000 രൂപ തികച്ചു വാങ്ങിയ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. അവരുടെ ഓർമ്മകളെയാണ് UDFുകാർ അപഹസിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ മനുഷ്യരെ നിങ്ങൾ എന്നാണ് കണക്കിലെടുത്തിട്ടുള്ളത് എന്ന ചോദ്യത്തോടെയാണ് ഐസക്കിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. വളരെ സുപ്രധാനമാണ്. LDFുകാർ വ്യക്തമായിട്ട് ഡേറ്റ സഹിതമാണ് മുന്നിൽ നിൽക്കുന്നത്. UDFുകാർ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വ്യാജ ആരോപണങ്ങൾക്കെല്ലാം ഡേറ്റ സഹിതമുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. CAG റിപ്പോർട്ട് വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 20 മാസമാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 22 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏകദേശം 4 കോടി രൂപ ലാപ്സായി പോയെന്ന കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ആ സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കുത്തഴിഞ്ഞ് പിടിപ്പുകേടായിരുന്നു പെൻഷൻ വിതരണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ചെയ്തിട്ടാണ് 2016 ഓണത്തിന് സംസ്ഥാന സർക്കാർ LDF സർക്കാർ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പെൻഷൻ വിതരണം നൽകി തുടങ്ങിയത്. മാത്രമല്ല ലാപ്സായ ബാക്കിയ തുകയും എന്ന് വെച്ചാൽ അരിയറായിട്ടുള്ള തുകയും ചേർത്ത് നൽകിയത്. അതിൽ പലർക്കും 15,000 രൂപയും 14,000 രൂപയും കിട്ടിയ പലരുമുണ്ട്. അതിനെക്കുറിച്ച് പ്രസ് വണ്ടി നേരത്തെ തന്നെ വാർത്തകൾ ചെയ്തിരുന്നു. ആ തെളിവുകൾ നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പോൾ ഈ പുതിയ ഡയലോഗ് എന്തിനു വേണ്ടിയാണ് UDFുകാർ പറയുന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എന്നാലും പറയുന്നതിനെല്ലാത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലത്തും പണ്ടത്തെ പോലെ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് അവർ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.